അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാം നല്ല വ്യാപകമായിട്ട് ദുനിയാവിൽ വിളയെ തുടങ്ങിയിട്ട് ക്ഷിപ്രഗത്തിലെ ഒരു ബലവണികയത്തിൻ്റെ ആ സമയത്തിൽ വിശ്വത്തെ മൂലമൂലകും ദീൻ എത്തോ തുടങ്ങിയിട്ട് ഈജിപ്തിലേക്ക് അഥവാ ആഫ്രിക്ക ഖണ്ഡത്തെ ഈജിപ്തിലേക്ക് പോലും ഇസ്ലാം എത്തിത്ത്. ഈജിപ്ത് ചെല്ലത് ഒരു വിശേഷമായ ഒരു ദേശമായിട്ടിക്കട്. അത് ഒരു ഭാഗ ആഫ്രിക്കത്തിലും ഇന്നൊരു ഭാഗ ഏഷ്യത്തിലുമുണ്ട്, മുട്ടത്തിലെ യൂറോപ്പുമുണ്ട്. അങ്ങനെ മൂന്ന് ഖണ്ഡത്തെയും സംയോജിച്ചിട്ടുള്ളതായ മൂന്ന് ഖണ്ഡത്തും കളക്ഷൻ ഉള്ളതായ ഒരു വിശേഷമായ ഒരു റായായിട്ടിക്കട്, കൺട്രി ആയിട്ടിക്കട് ഈജിപ്ത്. ആ ഈജിപ്തിലേക്കും ഇസ്ലാം എത്തിയിട്ട് ഈജിപ്തിലേക്ക് ഇസ്ലാം എത്തിയപ്പോൾ അവിടുത്തെ ആൾമാർ വളരെ സന്തുഷ്ടരായാർ. അങ്ങനെ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഗവർണറായിട്ട് നിശ്ചയിച്ചത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാമിലെ ഒരു നല്ല നിലയ്ക്ക് ആ ഭാഗത്തെല്ലാം പ്രചാരാക്കവും മുമ്പന്തിയിലെടുത്ത്. അങ്ങനെ നാളിങ്ങനെ നടന്നുകൊണ്ടിരുന്നത് ഒരു നാൾ ഈജിപ്തിൽ കുറേ ആൾമാർ വന്നിട്ട് ചെന്നാർ, നാളെ ഗവർണറെ, ഞങ്ങൾക്ക് ഈജിപ്തിലേക്ക് എല്ലാ വർഷവും ഒരു ആചാരമുണ്ട്. ആ ആചാരത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് അവകാശമാക്കി തരണം. അതെന്താ വെച്ചെങ്കിൽ ഞങ്ങളെ ജീവനദിയായ നൈൽ നദി, ആ നൈൽ നദിക്ക് ഞങ്ങൾ എല്ലാ വർഷവും ഒരു പെണ്ണിടെ ഞങ്ങൾ ബലി കൊടുക്കണം. ഒരു കുടുംബത്തെ ഒരു പെണ്ണിടെ, ആ പെണ്ണിനെല്ലാം നല്ല വസ്ത്രമെല്ലാം ഇട്ടിട്ട് ആഭരണമെല്ലാം ധരിപ്പിച്ചിട്ട് ആ പെണ്ണിനെ പോയിട്ട് നൈൽ നദിക്ക് ഇട്ടതായ ഒരു ആചാരം നമുക്കുണ്ട്. അത് എന്ത് ചെയ്യുന്നെങ്കിൽ അങ്ങനെ മാത്രം ഞങ്ങൾ ആക്കിലുണ്ടായെങ്കിൽ നൈൽ നദിക്ക് ഒരു എന്തുണ്ടോ ഒരു ആദത്തുണ്ട്. എല്ലാ വർഷവും അത് എന്താവൂ സ്റ്റക്കാവിടും, ഒലിക്കാണ്ട് ഇങ്ങനെ നിൽക്കിടും. എന്നിട്ട് തന്നെയെല്ലാം മേൽ വന്നിട്ട് ഈ റായമുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ നൈൽ നദിക്ക് ഒരു ബലി കൊടുത്തിട്ടായെങ്കിൽ അത് എന്താണ് അതുപോലെ വലിക്ക് ചെന്ന് പോകണം. അതുകൊണ്ട് ഈ ഒരു സമ്പ്രദായത്തിന് ഞങ്ങൾക്ക് അവകാശം തരണോ ചെന്നിട്ട് അങ്ങനെ ആഗ്രഹിച്ചാൽ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് നെറ്റിപ്പോയിട്ട് ചെന്ത് ഇന്ന ഹാദാ ലാ യകൂനു അബദൻ ഫിൽ ഇസ്ലാം, ഇത് ഒരിക്കലും ഇസ്ലാമിൽ നടക്കല്ല. ഇസ്ലാമിൽ ഇങ്ങനത്തെ ഗൊഡ ആചാരത്തൊന്നും അവകാശമില്ല. വൈനൽ ഇസ്ലാമ യഹദിമു മാ കാന ഖബ്ലഹു, നിങ്ങളെ മുന്നത്തെ എന്തെല്ലാം മൂഢനമ്പിക്ക ഉണ്ട് അതിലെല്ലാം ഇസ്ലാം പൊലിക്കുകയായിരിക്കണം അള്ളാഹു ഈ ദീൻ്റെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ മൂഢനമ്പിക്കയൊന്നും ഇസ്ലാമിൽ അവകാശം കൊടുക്കില്ല ചെന്ന് അങ്ങനെ തിരിച്ച് കടത്തിത്ത്. അങ്ങനെ തിരിച്ചു പോയാൽ പക്ഷെ അങ്ങനെ എച്ചരിക്ക കൊടുത്താൽ ഇത് വലിയ ഗണ്ടാന്തരാവടു, നൈൽ നദി ഒലിക്കാണ്ട് റായമേ മുഴുങ്ങുള്ള ഒരവസ്ഥ ഉണ്ടാവും ചെന്നിട്ട് അങ്ങനെ എച്ചരിക്ക കൊടുത്താൽ അങ്ങനെ സമയം വന്ന് നൈൽ നദി എന്തായിട്ട് അവിടെ സ്റ്റക്കായിട്ട് ഒലിക്കാണ്ട് നിന്നെടുത്ത് അങ്ങനെ തന്നെ മേൽപുറവ് തുടങ്ങിയപ്പോൾ മനുഷ്യന്മാർ കങ്കാലായാർ. പല ആൾമാരും നദിരെ ചുറ്റുഭാഗത്തുള്ള ആൾമാരെല്ലാം റായപുടവ് തുടങ്ങിയാറ്. അങ്ങനെ ഒരു വലിയൊരു സന്ദിഗ്ധ അവസ്ഥയ്ക്ക് ഈജിപ്തിലെ കൈറോ സാക്ഷിയായിട്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസിക്ക് വേറെ ഗത്യന്തരമില്ല. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫವು ഇൻഫർമേഷൻ ആക്കിತ್ತು. ಅಂದು ಫೋನೊಂದು ಇಲ್ಲ, ಕಡ್ಲಾಸ್ ಎಲ್ಲಿತ್ತು ಚೆಂತು ಏನೇ ಊಟರ ಅವಸ್ಥೆ ಇಡು. അതുകൊണ്ട് എന്തിനാക്കണം ഗൊന്തില്ല. പെണ്ണിടെ അങ്ങ് ബലി കൊടുക്കുക റെഡി ആയിട്ടുള്ളത്, അതൊക്കെ അവകാശം കൊടുക്കില്ല ചെന്നപ്പോൾ തന്നി മേൽ വന്നിട്ടുണ്ടോ. ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കടലാസ് ഇട്ടിട്ട് തിരിച്ചിട്ട് കടലാസ് ഇട്ടിട്ട് ആറ് കിട്ടേ അത് ഡയറക്റ്റ് നൈൽ നദിക്കായിട്ട് കടലാസ് ഇട്ടേ മിൻ ഉമർ ബിൻ ഖത്താബ് അമീർ അൽ മുഅ്മിനീൻ ഇലാ നൈല മിസ്ർ. അമീർ അൽ മുഅ്മിനായ ഉമർ റളിയല്ലാഹു അൻഹു നിന്നിട്ട് മിസ്റിലെ നൈൽ നദിക്കുള്ളതായ കടലാസായിട്ട് എന്തായിരുന്നു ആ കടലാസിൽ എന്തിന് അമ്മാബായത് ഫൈൻകുന്തി തജ്രി മിൻ കിബലിക്ക് ഫലാ തജ്രി ഫൈൻകാൻ അല്ലാഹു യുജ്രീക്കി ഫഅസ്അലുല്ലാഹൽ വാഹിദൽ ഖഹാർ അൻ യുജ്രിയക്കി. ഓ നൈൽ നദിയെ, നീ നിൻ്റെ സ്വയം ശക്തി കൊണ്ട് ഒലിക്കണ്ടായെങ്കിൽ തന്തല്ല നീ എന്താക്ക് ഒലിക്കണ്ട, നിൻ്റെ ഇഷ്ടപ്രകാരം നീ ഒലിക്കണ്ടായെങ്കിൽ നീ ഒലിക്കണ്ട.
അതേ സന്ദർഭത്തിൽ അള്ളാഹുവായിട്ടിക്കട് നിൻ്റെ ഒലിപ്പിക്കലുണ്ടായെങ്കിൽ ನಾನು അള്ളാഹുവിട്ട് ನಾನು കേട്ടിട്ടുള്ള നിൻ്റെ ഒലിപ്പിക്കും അള്ളാഹുട്ട് ನಾನು കേട്ടിട്ടില്ല ചെന്നിട്ടുള്ളതായ കത്ത് ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു കടത്തി കൊടുത്തിട്ട് ഈ കത്തിനെ ഈ കടലാസിനെ കൊണ്ടുപോയി ലെറ്ററെ കൊണ്ടുപോയിട്ട് നൈൽ നദിക്ക് ഇടണോ ചെന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു ആ കടലാസ് കിട്ടിയപ്പോൾ അതിനെ കൊണ്ടുപോയിട്ട് നൈൽ നദിക്ക് ഇട്ടിട്ട് സുബ്ഹാനല്ലാഹ് നൈൽ നദി ആ കത്ത് ഇടലോട് കൂടെ ഫാസ്ബഹു ഖദ അജ്റഹുല്ലാഹു തആല പിന്നെ ആ നൈൽ നദി പിറ്റേന്ന് സുബൈക്ക് പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നൈൽ നദി പണ്ടത്തെ പോലെ ചന്ത ഒലിച്ചിട്ട് തന്നെയെല്ലാം കീലിഞ്ഞിട്ട് ചന്ത ഒലിച്ചു പോയിട്ടുണ്ട്. ഏകദേശം ഒരു 16 അടിത്തോളം തന്നി മേൽ വന്നിട്ട്. പക്ഷേ ഉമർ റളിയല്ലാഹുവിൻ്റെ ഒറ്റ ഒരു കത്ത് കൊണ്ട് ജാവ് കിട്ടത് സുബൈക്ക് നോക്കുമ്പോൾ നൈൽ നദി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇഞ്ഞിട്ട് അത് പണ്ടത്തെ പോലെ ഒലുകി പോയിട്ടുള്ളത് മനുഷ്യന്മാർ കണ്ടിട്ട് അത്ഭുതപ്പെട്ടത്. അതായിരിക്കും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തൊരു ടെക്നോളജി ഇല്ലാണ്ട് കേവലം തൻ്റെ ഒരു കത്ത് കൊണ്ട് നൈൽ നദിയെ പൂർണ്ണമായിട്ടും ആ ഒരു വലിയൊരു ദുരവസ്ഥയെ ഇല്ലാണ്ടാക്കിയിട്ട് മനുഷ്യന്മാർക്ക് നെമ്മതിയെ ജീവിക്കുവാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്തു. അള്ളാഹു ആ മഹാൻ്റെ ബർക്കത്തിലാണ് ദുനിയാവും ആഖിറവും അള്ളാഹു സലാമത്താക്കട്ടെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം.